ഓക്കെ, ഹലോ എവരിവൺ. നമ്മളിങ്ങനെ ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ മാനേജേഴ്സിൻ്റെ ലാസ്റ്റ് ബ്ലോക്കിലേക്ക് വന്നേക്കാണ്, ബ്ലോക്ക് നമ്പർ 4. ഓക്കെ, ബ്ലോക്ക് നമ്പർ 4ൻ്റെ ഹെഡിങ് എന്താണ്? സപ്പോർട്ട് സിസ്റ്റം ഫോർ മാനേജ്മെൻറ്റ് ഡിസിഷൻ. എല്ലാം ഏതാണ്ട് ഒരു കാര്യമൊക്കെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് പിന്നെയും 1, 2, 3, 4 യൂണിറ്റുകളുണ്ട്. ഫസ്റ്റ് പറയുന്ന ഡേറ്റാബേസ് റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഡേറ്റാബേസ് അറിയാമല്ലോ, നമുക്ക് വലിയൊരു ഹ്യൂജ് ഡേറ്റേനെ അറേഞ്ച് ചെയ്ത് വെച്ച് വേണ്ട സമയത്ത് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കുന്നതാണ് ഡേറ്റാബേസ്. അതിൻ്റെ മാനേജ്മെൻറ്റ്. ഡേറ്റ വെയർ ഹൗസിങ് ആൻഡ് ഡേറ്റ മൈനിങ്. ഓക്കെ, അത് ആ പ്രോസസ്സുകളാണ്. വെയർ ഹൗസിങ് മീൻസ് സ്റ്റോറിങ്ങും, മൈനിങ് എന്ന് പറയുന്ന ഡേറ്റാബേസിൽ നിന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ട രീതിയിൽ അതിനെ എക്സ്ട്രാക്ട് ചെയ്യണം. എല്ലാം നമുക്ക് നോക്കാം. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സപ്പോർട്ട് സിസ്റ്റം. പിന്നെ എമർജിങ് ട്രെൻഡ്സ്. പൊതുവെ എല്ലാ IT-യും അവസാനിക്കുന്ന പുതിയ ട്രെൻഡുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, എല്ലാ IT ഡിസിപ്ലിൻസും. ഓക്കെ, അങ്ങനെ ഇതും അവസാനിക്കുന്നു. നമുക്ക് നോക്കാം. ആസ് യൂഷ്വൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ബ്ലോക്കിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ നോക്കാം. അതിൻ്റെ ആൻസേഴ്സ് നോക്കിപ്പോവാം. മൂവിങ് ഔട്ട് ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഇതാ ഇവിടെ പറയുന്നുണ്ട് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇത് നമ്മുടെ ക്വസ്റ്റ്യനാണ്. ജൂൺ 2022 ചോദിച്ച ചോദ്യമാണ്. വാട്ട് ഡു യു മീൻ ബൈ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം? എക്സ്പ്ലെയിൻ ദ വേരിയസ് കമ്പോണൻസ് ഓഫ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ കുറച്ചുകൊണ്ട് എന്താണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ കോംപ്ലക്സ്. ഇറ്റ് ഈസ് എ കോംപ്ലക്സ് പീസ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് ഫെസിലിറ്റേറ്റ് ഫ്ലെക്സിബിൾ മാനേജ്മെൻറ്റ് ഓഫ് ഡേറ്റ. വളരെ എളുപ്പത്തിൽ ഡേറ്റയെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന വളരെ കോംപ്ലക്സ് ആയ ഒരു സോഫ്റ്റ്വെയറാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ മൈക്രോസോഫ്റ്റിനകത്ത് MS ആക്സസ് എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. അതൊക്കെ ഒരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഓക്കെ, അതാ ഇവിടെ പറയുന്നത്. മൈക്രോസോഫ്റ്റ് ആക്സസിൻ്റെ കാര്യം പറയുന്നുണ്ട്. SQL പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ SQL പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ആ പരിപാടി എന്ന് ചോദിച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഡേറ്റേനെ ഒന്നുമില്ല, നമ്മളൊരു എക്സൽ ഷീറ്റ് പോലെയൊക്കെ തന്നെ വേണം പറയാൻ. ബട്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് തന്നെ ഈ പറഞ്ഞ പോലെ ഡേറ്റ ഡിറൈവ് ചെയ്യാനുള്ളൊരു സംവിധാനം കാണണം. ഇപ്പോൾ നമ്മൾ എക്സലിൽ വെറും സ്പ്രെഡ്ഷീറ്റ് എന്ന് വിളിക്കാനുള്ള കാര്യം, ഡേറ്റ എൻട്രി ചെയ്തിട്ട് നമ്മളാണ് പിന്നെ അങ്ങോട്ട് ഇതൊക്കെ കൊടുക്കുന്നത്. ഫോർമുല വെച്ചിട്ട് ഇന്നത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത്. മറ്റേതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കാണും? ഡേറ്റ ഡിറൈവ് ചെയ്യാനുള്ള ഒരു സഹായം ആ സോഫ്റ്റ്വെയർ തന്നെ വരുന്നുണ്ടാവും. DBMS അങ്ങനെയാണ് കേട്ടോ. ഈ ലൈബ്രറിയൊക്കെ ഒരുവിധം യൂസ് ചെയ്യുന്നത് നമ്മുടെ MS ആക്സസുകളാണ്. MS ആക്സസാണ് ഒരുവിധം ലൈബ്രറികൾ യൂസ് ചെയ്യുന്നത്. അവിടെ അവർ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ബുക്ക് ഒരാളെടുത്തുകൊണ്ട് പോയാൽ അത് ആരാണ്, ഒരു ബുക്കിനൊരു കോഡ് കാണും. പെട്ടെന്നൊരു ബുക്ക് കാണാനില്ലെങ്കിൽ അവസാനം അത് ആരെടുത്തെന്നൊക്കെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് MS ആക്സസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഡേറ്റേനെ വേണ്ട പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഡേറ്റയുടെ സ്റ്റോറേജ് സിസ്റ്റമാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ കമ്പോണൻസിലേക്ക് പോവാം. ഓക്കെ, ഈ പറഞ്ഞ പോലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. DML പ്രീ കമ്പൈലർ, DDL കമ്പൈലർ, ഫയൽ മാനേജർ, ഡിസ്ക് മാനേജർ, ഡേറ്റ മാനേജർ, ക്വറി പ്രോസസ്സർ, ഡേറ്റ ഡിക്ഷണറി. അങ്ങനെ വളരെ സുന്ദരവും ലളിതവുമായ കാര്യങ്ങളാണ് ഇതിലുള്ളത്. നോക്കാം. ഏറ്റവും ആദ്യം പറയുന്നത് DML പ്രീ കമ്പൈലർ എന്നാണ്. DML പ്രീ കമ്പൈലർ സ്റ്റാൻഡ്സ് ഫോർ ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് പ്രീ കമ്പൈലർ. ഓക്കെ, അതായത് നമുക്ക് ഒരു DBMSൻ്റെ അകത്ത് ഒരു MS ആക്സസ് ഓർക്കുക, അതിൽ എക്സൽ തന്നെ ഓർക്കുക. എക്സൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, എന്തല്ല ഈ പറഞ്ഞ പോലെ പിന്നെ ഒരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ല എങ്കിലും നമുക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. എക്സലിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡേറ്റ എൻ്റർ ചെയ്യാനും പറ്റും. ഈ ഡേറ്റ നമുക്ക് എഡിറ്റബിൾ ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ മുമ്പിൽ എഡിറ്റബിളായിരിക്കുന്ന സാധനത്തിനെ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ കാര്യം മനസ്സിലാവും. നമ്മുടെ മുമ്പിൽ എഡിറ്റബിളായിട്ട് ഇരിക്കുന്ന ഡേറ്റയിനെ നമ്മൾ എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫോം. ഓക്കെ, ഇപ്പോൾ അതിനെനിക്ക് പറഞ്ഞ പോലെ ചേഞ്ചസ് എല്ലാം ഞാൻ വരുത്തിയതിന് ശേഷം ഒരു രൂപത്തിരിക്കുകയാണ്. ആ സാധനം ഞാൻ ചേഞ്ച് വരുത്തിയതിന് ശേഷമുള്ള സാധനത്തിനെ സിസ്റ്റത്തിന് അവരുടെ ഭാഷയിൽ മനസ്സിലാക്കാൻ വേണ്ടി കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ മുമ്പിൽ എക്സലിലെ ഡേറ്റ അല്ലെങ്കിൽ MS ആക്സസിൽ ഡേറ്റ എഡിറ്റബിളായിട്ട് ഇരിക്കുന്നു. ഞാൻ എഡിറ്റ് ചെയ്ത് തീരുന്ന സമയത്ത് ഇതിനെ ആർക്ക് മനസ്സിലാക്കണം? നമ്മുടെ സിസ്റ്റത്തിന് മനസ്സിലാക്കണം. ആ രീതിയിൽ ഞാൻ എഡിറ്റ് ചെയ്ത് വയ്ക്കുന്നതിനെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന സാധനമാണ് DML പ്രീ കമ്പൈലർ എന്ന് പറയുന്നത്. അപ്പോൾ DML എന്ന് പറയുന്നത് എനിക്ക് എഡിറ്റബിളായിരിക്കുന്ന ഡേറ്റയാണ്. അതിനെ ആ സോഫ്റ്റ്വെയറിൻ്റെ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഹോസ്റ്റ് ലാംഗ്വേജിൽ, അതായത് ഏതാണോ ആ സാധനത്തിൻ്റെ ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് അതിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് DML പ്രീ കമ്പൈലർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് DDL കമ്പൈലർ.
DDL കമ്പൈലർ സ്റ്റാൻഡ് ഫോർ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് കമ്പൈലർ. ഓക്കെ, അപ്പോൾ ഈ നമ്മളെ ഡേറ്റയ്ക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ടാവും. ഇത്ര ടേബിൾ കാണും, ഇന്ന ടേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കും ഇതിൻ്റെ നേച്ചർ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ കോളത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ നമ്പേഴ്സ് ആയിരിക്കും, ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാ ഡേറ്റ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഡേറ്റയ്ക്കൊരു ഇത് കാണും. ഓരോ കമ്പോണൻസിനും ഓരോ ഡെഫിനിഷൻ കാണും. ഈ സാധനത്തിനെ ഒരു ടേബിളായിട്ട്, ഒരു ടേബിളിൻ്റെ അകത്താക്കി കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്താണ്? ഈ ഒരു ലാംഗ്വേജാണ് DDL കമ്പൈലർ. ഈ ഒരു സോഫ്റ്റ്വെയറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിസ്റ്റത്തിൻ്റെ ഭാഷയിൽ എന്തായിട്ടല്ല കാണുന്നത്, ഇതൊരു കൃത്യം ടേബിളായിട്ടല്ല കാണുന്നത്. നമ്മളൊരു പ്രോഗ്രാം ലാംഗ്വേജ് കാണുന്ന പോലെ ആയിരിക്കും കാണുന്നത്. അതിനെ ടേബിൾ ആക്കാൻ തക്കതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആരാണ്? ഈ DDL കമ്പൈലറാണ്. ദെൻ ഓക്കെ, അടുത്ത പറയുന്നു ഫയൽ മാനേജർ. ഫയൽ മാനേജറാണ് എന്ത് ചെയ്യുന്നത്? നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ, എനിക്ക് ഇന്ന സാധനം വേണമെന്ന് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ സാധനം തപ്പിപ്പിടിച്ച് നമുക്ക് തരുന്ന ആളാണ് ഈ ഫയൽ മാനേജർ. അത് നമുക്ക് എന്ത് പറയുക, ഒരു സ്റ്റോർ കീപ്പർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഈ പുള്ളിക്കാരനാണ് എന്ത് ചെയ്യുന്നത്? ഈ പുള്ളിക്കാരൻ മനുഷ്യനല്ല, അത് ഒരു സോഫ്റ്റ്വെയറാണ്. ഈ സോഫ്റ്റ്വെയറാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് വേണ്ട ഡേറ്റ കണ്ടെത്തി തരുന്നത്. അപ്പോൾ ഡിസ്ക് മാനേജർ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഇതേ ജോലിയാണ് ഡിസ്ക് മാനേജർ ചെയ്യുന്നത്. വ്യത്യാസമുണ്ട്. ഡിസ്ക് മാനേജറാണ് ആ സ്റ്റോറിൽ ഇരിക്കുന്ന ആൾ. ഫയൽ മാനേജറാണ് എന്ത്, അവിടെ സ്റ്റോറിൽ ചെന്ന് ഈ റിക്വസ്റ്റ് ചെയ്യുന്ന ആൾ ഡിസ്ക് മാനേജർ എടുത്ത് ഇവൻ്റെ കൊടുക്കുന്നതും കൊണ്ടുവന്ന് തരുന്നു. ഒരു റിയൽ ലൈഫ് ഫിസിക്കൽ സാധനം പോലെ ചിന്തിക്കുക. അങ്ങനെയാണ് മനസ്സിലാക്കാൻ എളുപ്പം. ഓക്കെ, ഞാൻ അവസാനം ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞുതരാം, പേടിക്കണ്ട. അപ്പോൾ ഡിസ്ക് മാനേജറാണ് ആര്? നമ്മുടെ സ്റ്റോറിൻ്റെ കാവൽക്കാരൻ. ഈ കാവൽക്കാരൻ്റെ നിന്ന് ഒന്നാണ് ആര് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്? ഫയൽ മാനേജർ ഡേറ്റ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇനി അടുത്തൊരാൾ കയറി വന്നിട്ടുണ്ട്, ഡേറ്റ മാനേജർ അഥവാ ഡേറ്റാബേസ് മാനേജർ, അല്ലെങ്കിൽ ഡേറ്റാബേസ് കൺട്രോൾ സിസ്റ്റം. ഇങ്ങനെ അവർക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. ഡേറ്റാബേസ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന സാധനം, ഇതാണ് ഡേറ്റയുടെയും നമ്മുടെ ഇടയിലിരിക്കുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കാണുന്ന സാധനം, നമ്മുടെ കാഴ്ചയിൽ എന്തേ ഉള്ളൂ? ഈ പറഞ്ഞ ഡേറ്റ മാനേജർ അഥവാ ഡേറ്റാബേസ് മാനേജറേ ഉള്ളൂ. ഈ ഡേറ്റാബേസ് മാനേജറിൽ നമ്മളൊരു ക്വറി കൊടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്ത് ഡേറ്റയുണ്ട്, ഞാനൊരു MSSൽ ഒരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ കമ്പനിയിലെ ജോലിക്കാരുടെ ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഒരു ദിവസം കയറിയിട്ട് അവിടെ ടൈപ്പ് ചെയ്യാണ്, എനിക്ക് എന്ത് വേണം, 30 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആര് പോവും? ഫയൽ മാനേജറാണ് അകത്ത് ചെന്നിട്ട് എന്ത് ചെയ്യുന്നത്? എവിടെയാണ് ഈ പറഞ്ഞ സാധനം ഇരിക്കുന്നതെന്ന് കണ്ടെത്തി ചെല്ലുന്നത്. ഫയൽ മാനേജർ അവിടെ ചെന്നിട്ട് ഡിസ്ക് മാനേജറിൻ്റെ സഹായത്തോടു കൂടി ഡേറ്റ കണ്ടെത്തി ഇൻ്റർഫേസിലേക്ക് കൊണ്ടുവരുന്നു. ഐ സീ ദ റിസൾട്ട് ഇൻ ദി ഇൻ്റർഫേസ്. ഇതാണ് അതിൽ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇതിൽ പിന്നെ ഒരു ഇടനിലക്കാരനുണ്ട്, അയാളാണ് ആരാണ്? ക്വറി പ്രൊസസ്സർ. ക്വറി പ്രൊസസ്സർ എന്ത് ചെയ്യുന്നു? നമ്മൾ കൊടുക്കുന്ന ക്വറി ഏതിലാണ്? DML ആണ്. നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? നമുക്ക് എഡിറ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് കിടക്കുന്നത്. ഇതിനെ ഈ ഡേറ്റാബേസ് മാനേജർ അല്ലെങ്കിൽ ഡേറ്റ മാനേജറിന് മനസ്സിലാക്കുന്ന ഭാഷയിലേക്ക് മാറ്റി കൊടുക്കുന്ന ആളാണ് ക്വറി പ്രൊസസ്സർ എന്ന് പറയുന്നത്. ഫൈനലി ഡേറ്റ ഡിക്ഷണറി എന്ന് പറയുന്നുണ്ട്. ഈ ഡേറ്റ ഡിക്ഷണറി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡേറ്റയെക്കുറിച്ചുള്ള ഫുൾ ഇൻഫർമേഷനും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. ഡേറ്റയെക്കുറിച്ചുള്ള ഡേറ്റയാണ്. ഓക്കെ, ഡേറ്റയെന്ന് പറയാൻ പറ്റില്ല, ഡേറ്റയെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഡേറ്റ ഡിക്ഷണറി. അപ്പോൾ ഇത് എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ്? ന്യൂമറിക്കൽ ഡേറ്റയാണോ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആണോ, ഇത് കോമൺലി യൂസ്ഡ് ആണോ? അങ്ങനെ ഈ ഡേറ്റയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം ഇവിടെ കാണും, ഡേറ്റ ഡിക്ഷണറിക്കകത്ത് കാണും. അപ്പോൾ ഇതിനൊന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളൊരു സ്ഥലത്ത് ഡേറ്റ എൻട്രി ചെയ്യുമ്പോൾ, ഇപ്പോൾ MSS ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഡേറ്റ എൻട്രി ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് DML ആയിരിക്കും. ഈ DML മീൻസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മുമ്പിൽ കാണുന്ന ആ ഒരു ഫോമിനാണ് ആ ഡേറ്റേനെ DML എന്ന് വിളിക്കുന്നത്. ഈ DMLനെ ഓക്കെ എന്താക്കി മാറ്റണം? സിസ്റ്റത്തിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് മാറ്റി കൊടുക്കുന്ന ആളാണ് DML കമ്പൈലർ. DML കമ്പൈലറിൽ നിന്ന് വരുന്ന ഡേറ്റയെ എന്താക്കി മാറ്റുന്നു? ഒരു പെട്ടെന്ന് എടുക്കാൻ തക്കതായിട്ടൊരു ടേബിളാക്കി മാറ്റുന്നതാണ് ആരുടെ ജോലി? DDL കമ്പൈലറിൻ്റെ ജോലി. ഇപ്പോൾ നമ്മൾ പിന്നീട് ഡേറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞു, പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡേറ്റ തിരിച്ചെടുക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഒരു ക്വറി അങ്ങോട്ട് കൊടുക്കും. എനിക്ക് ഇന്ന സാധനമാണ് വേണ്ടതെന്ന് ക്വറി കൊടുക്കും. ആ ക്വറീനെ സിസ്റ്റത്തിന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് മാറ്റി കൊടുക്കുന്ന ആളാണ് ക്വറി പ്രൊസസ്സർ. ക്വറി പ്രൊസസ്സറിൽ നിന്ന് ഈ സാധനം പോകുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ ഡേറ്റ മാനേജർ അഥവാ ഡേറ്റാബേസ് കൺട്രോൾ സിസ്റ്റത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നു ക്വറി പ്രൊസസ്സറിലേക്ക് പോയി. ക്വറി പ്രൊസസ്സറിൽ നിന്ന് ഈ ഡേറ്റാബേസ് സ്ഥാനത്തേക്ക് പോകുന്നു. അവരവിടെ നിന്ന് ഫയൽ മാനേജറിനോട് ചോദിക്കുന്നു. ഫയൽ മാനേജർ അത് ആരോട് ചോദിക്കുന്നു? ഡിസ്ക് മാനേജർ. അപ്പോൾ ഫയൽ മാനേജർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ ആളാണ്. ഡിസ്ക് മാനേജർ ആരാളാണ്?
നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആളാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു കളി നടക്കുന്നത്. നമ്മൾ വെറുതെ ഡേറ്റ എടുത്തിട്ട് നമ്മളിതൊന്നും അറിയുന്നില്ല. ഇതാണ് അതിൻ്റെ പിന്നിലുള്ള സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും മുഴുവൻ കഥയിൽ നിന്ന് പറഞ്ഞത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തൊട്ട് താഴെ കണ്ടൊരു ചോദ്യമാണ്, മെറ്റാ ഡേറ്റ ഇൻ എ ഡേറ്റ വെയർ ഹൗസ് ഈസ് സിമിലർ ടു ദ ഡേറ്റ ഡിക്ഷണറി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡേറ്റാബേസ്. എക്സ്പ്ലെയിൻ ഇൻ വ്യൂ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ദ ടൈപ്സ് ഓഫ് മെറ്റാ ഡേറ്റ. ആൾസോ എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് മെറ്റാ ഡേറ്റ. ഈ തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ടെക്സ്റ്റിൽ അതേപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ചോദ്യം ഇതാണ്, എന്താണ് മെറ്റാ ഡേറ്റ, മെറ്റാ ഡേറ്റേൻ്റെ ടൈപ്സ് എന്താണ് മെറ്റാ ഡേറ്റ കൊണ്ടുള്ള ഉപയോഗം എന്നുള്ളതാണ്. ഓക്കെ, മെറ്റ എന്ന് കേൾക്കുമ്പോൾ ഫേസ്ബുക്ക് ഒന്നും ആരും വിചാരിച്ച് കളയരുത്. ഈ മെറ്റാ ഡേറ്റയിൽ നിന്നാണ് അവരെന്ത് ചെയ്ത് മെറ്റ എന്ന പേര് എടുത്തിട്ടുള്ളത്. ഓക്കെ, നോക്കാം എന്താണ് മെറ്റാ ഡേറ്റ, എന്താണ് അതിൻ്റെ ടൈപ്സ് നോക്കാം. അത് ടെക്സ്റ്റിൽ എന്താ പറയുന്നത് നോക്കാം. സോ മെറ്റാ ഡേറ്റ ഇൻ എ ഡേറ്റ വെയർ ഹൗസ്. എന്താണ് ഡേറ്റ വെയർ ഹൗസ് എന്നൊന്നും അറിയണം, അതൊന്ന് നോക്കുവാണ്. ഡേറ്റ വെയർ ഹൗസ് ഇസ് എ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഇൻ്റഗ്രേറ്റഡ് ടൈം വേരിയൻ നോൺ വോളറ്റൈൽ കളക്ഷൻ ഓഫ് ഡേറ്റ ഇൻ സപ്പോർട്ട് ഫോർ മാനേജ് സിസ്റ്റം. വെറുതെ എന്ത് ചെയ്യുന്നില്ല, ഡേറ്റയെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നില്ല, എന്നാൽ അതെന്താണ് സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട്, സബ്ജക്റ്റ് ഓറിയൻറ്റഡ് സബ്ജക്റ്റീവാണ്. ഓരോ കേസിനെയും സെൻസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇൻ്റഗ്രേറ്റഡ്, എന്നാൽ എന്താണ് എല്ലാവർക്കും തമ്മിൽ ബന്ധമുണ്ട്. ടൈം വേരിയൻ്റ് ആയിട്ട്, ടൈം വേരിയൻ്റ് ഇൻ ദ സെൻസ് ചേഞ്ച് അക്കോർഡിംഗ് ടു ടൈം. നോൺ വോളറ്റൈലായിട്ട് എന്താകത്തില്ല ഈ ഡേറ്റ, അതിൻ്റെ അകത്ത് ഇരുന്നു എന്ന് പറഞ്ഞാൽ അതിന് ചേഞ്ച് ഒന്നും വരത്തില്ല. അങ്ങനത്തെ രീതിയിൽ എന്താണ് ഡേറ്റേനെ സ്റ്റോർ ചെയ്ത് ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ തക്കതായിട്ട് ഒരുക്കി വയ്ക്കുന്ന ഒരു ഏരിയയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഡേറ്റ വെയർ ഹൗസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഡേറ്റ വെയർ ഹൗസിലേക്ക് വന്നത്, മെറ്റാ ഡേറ്റ പറഞ്ഞപ്പോഴാണ് തിരിച്ചങ്ങോട്ട് പോകാം. അപ്പോൾ മെറ്റാ ഡേറ്റ ഇസ് എ ഡേറ്റ വെയർ ഹൗസ് സിമിലർ ടു ദ മെറ്റാ ഡേറ്റ ഇൻ എ ഡേറ്റ വെയർ ഹൗസ് ഈസ് സിമിലർ ടു ദ ഡേറ്റ ഡിക്ഷണറി in the context of database. It stores data about data in the data warehouse. Very good. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഡേറ്റ വെയർ ഹൗസ് എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നൊരു സ്ഥലമാണ്. അതിൻ്റെ അകത്തുള്ളൊരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, മെറ്റാ ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റാ ഡേറ്റ എന്ത് പറയുന്നു, ഈ ഇരിക്കുന്ന ഡേറ്റയൊക്കെ ഏത് ടൈപ്പാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇതെല്ലാം വാക്കുകളാണെങ്കിൽ ആ വാക്കുകളുടെ ഡിക്ഷണറിയാണ് എന്തെന്ന് പറയുന്നത് ഈ മെറ്റാ ഡേറ്റ എന്ന് പറയുന്നത്. ആ ഒരു ഐഡിയ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഡീറ്റെയിൽസ് അബൌട്ട് ദി ഡേറ്റ, നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, മെറ്റാ ഡേറ്റയുടെ അകത്താണ്. മെറ്റാ ഡേറ്റ 3 ടൈപ്പ് ഉണ്ട്. മെറ്റാ ഡേറ്റ ക്യാൻ ബി ഓപ്പറേഷണൽ മെറ്റാ ഡേറ്റ, എക്സ്ട്രാക്ഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ മെറ്റാ ഡേറ്റ, എൻഡ് യൂസർ മെറ്റാ ഡേറ്റ. നമുക്ക് നോക്കാം ഈ 3 ടൈപ്പ് എന്താണെന്ന് നോക്കാം. ഓപ്പറേഷണൽ മെറ്റാ ഡേറ്റ എന്ന് പറയുന്നത് പേര് പറയുന്ന പോലെ ആ മേജർ ഓപ്പറേഷൻ, നമ്മുടെ ആ ഒരു ഡേറ്റാബേസ് സിസ്റ്റത്തിൻ്റെ മേജർ ഓപ്പറേഷന് സഹായിക്കുന്നതാണ്. ഇതെന്ത് ചെയ്യുന്നറിയാമോ, ഇത് റൺ ടൈം ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്തുകൊണ്ട്, അതിപ്പം നമ്മൾ ഡേറ്റ വർക്ക് ചെയ്ത് ഡേറ്റേൻ്റെ മുകളിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പം ഈ ലോഗ് ക്രിയേറ്റ് ചെയ്യത്തില്ലേ, ഇന്ന ടൈമിൽ, ഇപ്പം ഇന്ന ടൈമിൽ ഇതിനെ എഡിറ്റ് ചെയ്തു, ഏറ്റവും ലേറ്റസ്റ്റ് എഡിറ്റഡ് ഇന്ന ടൈമിൽ ഇന്ന ഡേറ്റിലാണെന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ചൊരു ഡേറ്റ ഉണ്ടാക്കുമല്ലോ, മനസ്സിലായില്ലേ. നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഡേറ്റ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് എവിടെ നിന്ന് എങ്ങോട്ട് പോയി, ഏതൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അങ്ങനെ മൊത്തത്തിൽ ഇത് നമ്മൾ എൻഡ് യൂസർ അറിയേണ്ട ആവശ്യമുള്ള കാര്യമല്ല. അതിൻ്റെ അകത്ത്, ഡേറ്റാ ബേസിൻ്റെ അകത്ത് എന്തൊക്കെ എഡിറ്റ് ഉണ്ടായി, എന്തൊക്കെ ചേഞ്ച് ഉണ്ടായി, എന്തൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അങ്ങനെ അതിൻ്റെ ഓപ്പറേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഡേറ്റ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് ഓപ്പറേഷണൽ മെറ്റാ ഡേറ്റ. രണ്ടാമത് പറയുന്നു എക്സ്ട്രാക്ഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ മെറ്റാ ഡേറ്റ. ഇതിലെന്താ പറയുന്നത്, നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ എത്ര ഫ്രീക്വൻ്റായിട്ട് എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നു, ഏതൊക്കെ രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നു, അതിൻ്റെ എക്സ്ട്രാക്ഷൻ എന്തൊക്കെ റൂൾസ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യത്തിൽ കൈമാറ്റം ചെയ്യുന്നതിന്, അപ്പം നമ്മൾ ഡിറൈവ് ചെയ്യുന്നതിനും കൈമാറുന്നതിനും വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡേറ്റയിൽ നടക്കുന്നു അതിവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാക്ഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ മെറ്റാ ഡേറ്റ. ഓർക്കുക, മെറ്റാ ഡേറ്റ എന്ന് വെച്ചാൽ ഡേറ്റയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ്, നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. മൂന്നാമത്തെ മെറ്റാ ഡേറ്റയാണ് എൻഡ് യൂസർ മെറ്റാ ഡേറ്റ. പേര് പറയുന്നത് തന്നെ ഇതിൻ്റെ യൂസർ ആരാണോ, ഈ ഡേറ്റയുടെ യൂസർ ആരാണോ, അവർക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഡേറ്റയെക്കുറിച്ച് മനസ്സിലാക്കാനും അവരുടേതായ രീതിയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാനും സഹായിക്കുന്നതാണ് എൻഡ് യൂസർ മെറ്റാ ഡേറ്റ. ഓക്കേടാ, അത് എൻഡ് യൂസർ മെറ്റാ ഡേറ്റ allow the end user to use their own business terminology and look for information in those ways in which they normally think of the business. അവരുടേതായ രീതിയിൽ ഈ ബിസിനസ്സിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് എൻഡ് യൂസ് മെറ്റാ ഡേറ്റ. അപ്പോൾ 3 ടൈപ്പ് ഓഫ് മെറ്റാ ഡേറ്റ ഉണ്ട്.
ഓപ്പറേഷണൽ മെറ്റാഡേറ്റ നമ്മൾ അറിയുന്നില്ല. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, നമ്മുടെ ഇൻറ്റേർണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഡേറ്റ തമ്മിൽ ബന്ധം എന്താണ്, എപ്പോഴാണ് അതിൽ ചേഞ്ച് ഉണ്ടായി, എപ്പോൾ സ്റ്റോറായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഫ്ലോയും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുന്ന ഓപ്പറേഷണൽ മെറ്റാഡേറ്റയ്ക്കകത്താണ്. അല്ലെങ്കിൽ ആ ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസിനാണ് ഓപ്പറേഷണൽ മെറ്റാഡേറ്റ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ എത്രമാത്രം എക്സ്ട്രാക്ഷൻ നടന്നു, എന്തൊക്കെ രീതി എക്സ്ട്രാക്ഷൻ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എക്സ്ട്രാക്ഷൻ മെറ്റാഡേറ്റ നോക്കുന്നത്. എൻഡ് യൂസറിന് അവരുടേതായ രീതിയിൽ യൂസ് ചെയ്യുന്നതാണ് എൻഡ് യൂസർ മെറ്റാഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തതിലേക്ക് പോകുന്ന മുമ്പ് അതിൻ്റെ യൂസസും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഓക്കേടാ, ഇറ്റ് ആക്ട്സ് ആസ് എ ഗ്ലൂ ദാറ്റ് കണക്ട്സ് ആൾ പാർട്സ് ഓഫ് ഡേറ്റ വെയർ ഹൗസ്. മെറ്റാഡേറ്റ എന്ത് ചെയ്യുന്നു? എല്ലാ ഡേറ്റകളെ കണക്ട് ചെയ്യുന്ന ഒരു സാധനമായിട്ട് നിൽക്കുന്നു. ഏറ്റവും മെയിൻ പോയിൻ്റ് ഇതാണ്. എന്താണ്? ഇൻഫർമേഷൻ അബൌട്ട് ദി കണ്ടന്റ്, തന്നിരിക്കുന്ന കണ്ടൻറ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ മെറ്റാഡേറ്റ തരുന്നു. എൻഡ് യൂസേഴ്സിന് എന്ത് ചെയ്യുന്നു? അവരുടെ രീതിയിൽ ഡേറ്റേനെ അവരുടെ രീതിയിലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റാഡേറ്റ സഹായിക്കുന്നു. ഓക്കെ, ബ്ലോക്ക് 4 നിന്ന് അടുത്തൊരു ചോദ്യമാണ്. ഇത് ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് ചോദിച്ചാൽ ഡിസംബർ 2022. ഡേറ്റ മൈനിങ് ഇസ് ദ എക്സ്പ്ലോറേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഡേറ്റ ഇൻ ഓർഡർ ടു ഡിസ്കവർ മീനിങ്ഫുൾ പാറ്റേൺ ആൻഡ് റൂൾ. അപ്പോൾ എന്താണ് ഡേറ്റ മൈനിങ് എന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡേറ്റ മൈനിങ് എന്നത് എന്താണ്? ഇസ് ദ എക്സ്പ്ലോറേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഡേറ്റ ഇൻ ഓർഡർ ടു ഡിസ്കവർ മീനിങ്ഫുൾ പാറ്റേൺ ആൻഡ് റൂൾസ്. അപ്പോൾ ഈ ഡേറ്റേനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പ്ലോർ ചെയ്യുന്നു, അനാലിസിസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ ഡേറ്റയ്ക്കകത്തൊരു പാറ്റേൺ കാണാം, അതിൻ്റെ മൂവ്മെൻറ്റിനൊരു പാറ്റേൺ കാണാം, അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്തിരിക്കുന്നതിന് റൂൾ കാണാം. ഇതൊക്കെ തിരിച്ചറിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഡേറ്റേനെ അനാലിസിസ് ചെയ്യുന്നതാണ് ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. അപ്പം ഡേറ്റയിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്നത് നമ്മുടെ സ്റ്റോക്കുകളുടെ കാര്യം. ഇപ്പോൾ സ്റ്റോക്കിന് എന്തുണ്ടാവും? ചില സ്റ്റോക്കുകൾ ഇപ്പോൾ 10-50 വർഷമൊക്കെ പഴക്കമുള്ള സ്റ്റോക്കുകൾക്ക് മൂവ്മെൻറ്റിനൊരു പാറ്റേൺ കാണും. അതായത് ഒരു വർഷം തുടങ്ങിയിട്ട് അതിലിങ്ങനെ പോയി, പിന്നെ ഇങ്ങനെ പോയി, പിന്നെ ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് സ്ഥിരം അവർക്ക് ഫോളോ ചെയ്യുന്നൊരു പാറ്റേൺ കാണും. ഇപ്പോൾ സീസണലായിട്ടുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ എന്ത് കാണും? കാണണം നിർബന്ധമൊന്നുമില്ല, എന്നാൽ കാണാം, ഒരു പാറ്റേൺ കാണാം. അവരുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുന്നതിനും കുറയുന്നതിനും ഒരു പാറ്റേൺ കാണാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സ്വർണ്ണത്തിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വർണ്ണത്തിന് ഡിമാൻഡ് കൂടുന്ന സമയത്ത് വില കൂടുന്നു, അല്ലാത്തപ്പോൾ വില കുറയുന്നു. നമ്മളെ ഇന്ത്യയിൽ കല്യാൺ സീസണൊക്കെ ഉണ്ടല്ലോ, കുംഭമാസം അങ്ങനെ എന്തോ എനിക്കറിയത്തില്ല. ഓക്കെ, ഈനം കുംഭം മീൻ ആ ടൈമൊക്കെ നമ്മൾ കല്യാണ സീസണായിട്ട് പറയുമ്പോൾ ആ ടൈമൊക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ സ്വർണ്ണത്തിൻ്റെ വില കൂടും. അല്ലാത്ത പക്ഷം സ്വർണ്ണത്തിൻ്റെ വില എന്തായിരിക്കും? കുറയും, ഒരു നോർമൽ രീതിക്ക് പോകും. അങ്ങനെയൊക്കെയാണല്ലോ പൊതുവേ ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു പാറ്റേൺ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? സ്വർണ്ണത്തിൻ്റെ പല വർഷങ്ങളിലെ വിലയുടെ ഡേറ്റ കയ്യിലുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഈ പാറ്റേൺ കണ്ടെത്തുന്ന പ്രോസസ്സിനാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, എന്താണ് ഡേറ്റ മൈനിങ്ങിൻ്റെ യൂസസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്താണ്? ഡേറ്റ മൈനിങ്ങിൻ്റെ ടൂൾസ് ഏതൊക്കെയാണ്? സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ മെറ്റീരിയലിലേക്ക് തന്നെ പോകാം. ഡേറ്റ മൈനിങ്ങിൻ്റെ ഡെഫിനിഷനായി ഒന്നുകൂടെ പറയുന്നില്ല, ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുന്നുണ്ട്. ഡേറ്റ മൈനിങ് OLAP തമ്മിലുള്ള വ്യത്യാസം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിയണം എന്താണ് ഈ OLAP എന്നുള്ളത്. OLAP എന്ന് പറഞ്ഞ സാധനം അല്ലാതെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. OLAP സ്റ്റാൻഡ് ഫോർ ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിങ്. ഓക്കെ, ഈ OLAP എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോസസ്സാണ്. എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇരിക്കുന്ന ഡേറ്റേനെ ബിസിനസ്സിൻ്റെ ഡേറ്റേനെ എന്താക്കി മാറ്റി കൊടുക്കുന്നു? അവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനാക്കി മാറ്റി കൊടുക്കുന്നു, അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് പോലത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് OLAP എന്ന് പറയുന്നത്. OLAP ചെയ്തു കൊടുക്കുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ബിസിനസ്സുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ OLAPയും ഈ പറഞ്ഞ ഡേറ്റ മൈനിങ് തമ്മിലുള്ള വ്യത്യാസം എന്താ നമ്മളറിയണം. OLAP എന്താ ചെയ്യുന്നത്? OLAP ചെയ്യുന്നത് ബിസിനസ്സിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് അത് പറഞ്ഞു കൊടുക്കും. ഓക്കെ, പക്ഷേ ഡേറ്റ മൈനിങ്ങോ ഇപ്പം നടക്കുന്ന എന്താണോ അത് വെച്ചിട്ട് ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നത് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ OLAP തരുന്നത് നിലവിലുള്ള ഡേറ്റേൻ്റെ ഒരു സമ്മറി ആണെങ്കിൽ ഇവർ കുറേ അനലിറ്റിക്കൽ തലത്തിലുള്ള ഡേറ്റ ആയിരിക്കും തരുന്നത്. പിന്നെ അങ്ങോട്ട് പറയുന്ന കമ്പാരിസനൊക്കെ നോക്കുകയാണെങ്കിൽ OLAP ഒരു ചെറിയ സാധനമാണ്. മറ്റേ ഈ പരിപാടി നമ്മുടെ ഡേറ്റ മൈനിങ് അത്യാവശ്യം വലിയ പരിപാടിയാണെന്നൊക്കെ പറയുന്നതാണ്. അതിൻ്റെ പല തലങ്ങളാണ്. അതെന്താണ്? ലിമിറ്റഡ് നമ്പർ ഓഫ് ഡൈമെൻഷൻ, ലാർജ് നമ്പർ, സ്മോൾ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്, മെനി ആട്രിബ്യൂട്ട്, നോട്ട് ലാർജ് ഡൈമെൻഷൻ, വെരി ലാർജ് ഡൈമെൻഷൻ. അങ്ങനെ മൊത്തത്തിൽ ഡേറ്റ മൈനിങ് ഒരു വലിയ സംഭവമാണെന്നും മറ്റത് അത്ര വലിയ സംഭവം അല്ലെന്നും പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ക്ലാസ്സിലെ 10 പേരുടെ മാർക്ക് നമ്മളെടുത്ത് ചോദിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ അതിനെന്ത് ചെയ്യുന്നു?
ഒരു പേപ്പർ എടുത്തിട്ട് 10 പേര് പേരും എഴുതി 10 പേരെ മാർക്കും എഴുതി കൊടുക്കുകയാണെങ്കിൽ അത് OLAP ആണ്. ഓക്കെ, അതേസമയം 10 പേരുടെ മാർക്ക് തരാൻ പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയതാര്, ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയതാര്, അങ്ങനെ കുറച്ചും കൂടി അഡീഷണൽ ഇൻഫർമേഷൻ ചെയ്ത് അതിനെന്ത് ചെയ്ത് കുറച്ചും കൂടി യൂസ്ഫുള്ളാക്കി മാറ്റി. അതെന്താ, നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന ആളിനെ എന്തെങ്കിലും കാര്യം ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ ഇന്ന ആളുടെ പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനോ ഒക്കെ ഉള്ള ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കും. ആ രീതിയിലേക്കൊന്ന് കൺവേർട്ട് ചെയ്ത് കൊടുത്താൽ ആ പ്രോസസ്സ് എന്താണ്, ഡേറ്റ മൈനിങ് ആണ്. വെറുതെ റിപ്പോർട്ട് ചെയ്താൽ അതെന്തായി പോകും, OLAP ആയി പോകും. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഡേറ്റ മൈനിങ്ങിനെ കുറിച്ച് പറയുന്ന കാര്യം ടെക്നിക്സ് ആണ്. എന്തൊക്കെ ടെക്നിക്കിലൂടെ ഡേറ്റ മൈനിങ് ചെയ്യാൻ ഒരു ടേബിൾ പറയുന്നുണ്ട്. ഒന്ന്, ക്ലസ്റ്റർ ഡിറ്റക്ഷൻ. ഒരു പടം വരച്ചിട്ടുള്ള പരിപാടി ക്ലസ്റ്റർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, തന്നേക്കുന്ന ഡേറ്റയ്ക്കകത്തിൽ നിന്ന് ക്ലസ്റ്ററുകളാക്കി മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം ഒരു ജാതിപ്പെട്ടതാണ്. ഒരു ജാതിപ്പെട്ടതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജാതിയല്ല, ഒരേ ടൈപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഒരേ ടൈപ്പിലുള്ള സാധനങ്ങൾ, അപ്പോൾ അതിനെല്ലാം ഒരുമിച്ചിടാം. ഇതെല്ലാം ഒരേ ടൈപ്പാണ്, ഇതിനെ ഒരുമിച്ചിടാം. അങ്ങനെ ക്ലസ്റ്ററുകളൊക്കെ ഉണ്ടാക്കി എളുപ്പത്തിൽ അനാലിസിസ് ചെയ്യുന്നവരോടാണ് ക്ലസ്റ്റർ. ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന അവസ്ഥ. എനിക്ക് ഇവിടെ നിന്ന് 2 സ്ഥലത്തേക്ക് പോകാം. ഒന്നുകിൽ എനിക്കിപ്പോൾ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന കാര്യത്തിനോട് യെസ് പറയാം, ഇല്ലെങ്കിൽ നോ പറയാം. യെസ് പറഞ്ഞാൽ എന്തൊക്കെയാണ് കോൺസിക്വൻസ്, എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്. നോ പറഞ്ഞാൽ എന്താണ് കോൺസിക്വൻസ്, എന്താണ് ബെനിഫിറ്റ്. ഇതിനാണ് ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസിഷൻ ട്രീ വരച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഡേറ്റ മൈനിങ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഓരോ മെത്തേഡുകൾ പറയുന്നുണ്ട്. ജനറ്റിക് അൽഗോരിതം, ലിങ്ക് അനാലിസിസ്, ന്യൂറൽ നെറ്റ്വർക്ക്. ഓക്കെ, എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളാണ് എന്താണ് ഡേറ്റ മൈനിങ് ഉപയോഗിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അടുത്ത പറയുന്നത് മെമ്മറി ബേസ്ഡ് റീസണിങ്. ഇവിടെ പറയുന്നതാണ് മെയിൻ കാര്യം, അസോസിയേഷൻ ഓഫ് അൺനോൺ ഇൻസ്റ്റൻസസ് വിത്ത് നോൺ ഇൻസ്റ്റൻസസ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നിൽ നിരത്തി വയ്ക്കുന്നു, അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ നിരത്തി വയ്ക്കുന്നു. ഇവ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരു രീതിയാണ് മെമ്മറി ബേസ്ഡ് റീസണിങ്. ലിങ്ക് അനാലിസിസ്, ഡിസ്കവർ ലിങ്ക്സ് എമംഗ് വേരിയബിൾസ് ബൈ ദെയർ വാല്യൂസ്. ഓക്കെ, ലിങ്ക് അനാലിസിസ് ഗ്രാഫ് വരയ്ക്കാറുണ്ട് നമ്മൾ. 2 കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം അതിൻ്റെ എന്താണ് മാഗ്നിറ്റ്യൂഡ്, എന്തുമാത്രം പവറുള്ള ബന്ധമാണ് അവർ തമ്മിലുള്ളത്. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള വേരിയബിൾസിനെ ഓരോരോ ഇൻഡിവിജ്വൽ കാര്യങ്ങളെ കണക്ട് ചെയ്ത് വയ്ക്കുന്ന ഒരു സംഭവമാണ് ലിങ്ക് അനാലിസിസ് എന്ന് പറയുന്നത്. ന്യൂറൽ നെറ്റ്വർക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പിന്നെ ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് വന്നത് അതുകൊണ്ടാണ്. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് കേട്ടോ. എന്താണ്, നമ്മുടെ തലയ്ക്കകത്ത് ബ്രെയിനുകളിലേക്ക് ഈ പറഞ്ഞ ഞരമ്പുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. ആ സിസ്റ്റത്തിൻ്റെ അകത്ത് എന്തുണ്ടാവും, ഈ കണക്ഷൻസിൻ്റെ ബലത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും മറ്റും കഴിവുണ്ടാവും. ആ ഒരു ടൈപ്പ് ഓഫ് ഡേറ്റ മൈനിങ്ങിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ന്യൂറൽ നെറ്റ്വർക്ക്. അപ്പോൾ അവിടെ എന്തുണ്ട്, പ്രോപ്പർ ചാനൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലെ ഓരോ നോഡിനും അതിൻ്റേതായ ഫങ്ഷൻസ് കാണും, ഈ ലിങ്കുകൾ കണക്ട് ചെയ്യുന്നത്. ആ നോഡുകൾ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് പ്രോസസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ AI-നെയാണ്, മെഷീൻ ലേണിങ്ങിൻ്റെ അകത്തുള്ള AI-നെയാണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ജനറ്റിക് അൽഗോരിതം എന്ന് പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഞാനത് പറയാൻ നിൽക്കുന്നില്ല, മനസ്സിലാക്കാൻ കുറച്ച് പാടാം, അത്യാവശ്യമില്ല. ബേസിക്കായിട്ട് ആ പേരുകളെങ്കിലും എന്താണ് ഡേറ്റ മൈനിങ് ടെക്നിക്ക് എന്നുള്ള പേരെങ്കിലും അറിഞ്ഞ് വെച്ചേക്കുക. പിന്നെ അത് കൺസിഡർ ദ ഫോളോയിങ് ലിസ്റ്റ് ഓഫ് ഇമേജ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡേറ്റ മൈനിങ്ങിൻ്റെ ഉപയോഗങ്ങളാണ് പറഞ്ഞേക്കുന്നത്. കസ്റ്റമേഴ്സിനെ സെഗ്മെൻറ്റ് ചെയ്യാൻ, ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ബിസിനസ്സിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ കിട്ടും. അല്ലെ, നമ്മൾ വെറുതെ മാർജിൻ ഫ്രീ ചെന്ന സാധനം വാങ്ങിച്ചാൽ അവരെന്ത് വാങ്ങാറുണ്ട്, നമ്മുടെ ഡേറ്റ വാങ്ങാറുണ്ട്. ഈ ഡേറ്റ വാങ്ങിച്ചു വെച്ചിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സാണോ, ഇന്ന ടൈപ്പ് സാധനം എടുക്കുന്ന കസ്റ്റമറാണോ ഇവർ, അതൊക്കെ അറിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെയൊക്കെ ഓഫർ വരുമ്പോൾ നമുക്ക് മെസ്സേജ് അയക്കാനൊക്കെ ഈ ഡേറ്റ മൈനിങ് സഹായിക്കും. മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് സാധനമാണ്. നമുക്ക് മാർക്കറ്റ് ബാസ്ക്കറ്റ് തിരിച്ചറിയാൻ സഹായിക്കുന്നു. എന്താണ് മാർക്കറ്റ് ബാസ്ക്കറ്റ് എന്ന്, പൊതുവേ ഒരുമിച്ച് വാങ്ങപ്പെടുന്ന സാധനങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഒരു മഷിപ്പേൻ ഒരാൾ വാങ്ങിച്ചാൽ അയാൾ ഉറപ്പായിട്ട് എന്ത് വാങ്ങും, മഷി വാങ്ങും എന്ന് നമുക്കറിയാം. പക്ഷേ നമുക്ക് അറിഞ്ഞുകൂടാതെ പോയ പല സാധനങ്ങളുടെ ബാസ്ക്കറ്റ് ഉണ്ട്. മാർക്കറ്റ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് അതിന് ഒരു ഉദാഹരണം പറയുകയാണ്, ഞാൻ വെറുതെ പറയുകയാണ്. കിൻഡർ ജോയ് വാങ്ങാൻ വരുന്ന ഒരു കുട്ടി, ഓക്കെ, കിൻഡർ ജോയ് വാങ്ങാൻ വരുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ അതിന് കുട്ടിയായിരിക്കത്തില്ല വരുന്നത്, പാരറ്റ് ആയിരിക്കാൻ വരുന്നത്, ഉറപ്പായിട്ടും ജൂനിയർ ഹോർലിക്സും കൂടെ വാങ്ങുന്നു എന്ന് ഇവർ കണ്ടെത്തി. ഓക്കെ, അതായത് ഈ ആൾക്കാരുടെ ബില്ലിങ്ങിൻ്റെ ഡേറ്റ എടുത്തിട്ടാണ് കണ്ടെത്തുന്നത്. അപ്പോൾ കിൻഡർ ജോയ് വാങ്ങാൻ വരുന്ന ആൾക്കാർ എന്തും വാങ്ങുന്നുണ്ട്, ജൂനിയർ ഹോർലിക്സും വാങ്ങുന്നുണ്ട്. നമുക്കിതിനെ ക്രോസ് സെല്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്, ഈ ഡേറ്റയെ കൂടുതൽ ഡെപ്തിലേക്ക് ഇറങ്ങി
പഠിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ് ഇൻ ദ സെൻസ് റിസ്ക് കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ പറ്റും ഇൻഷുറൻസ് കമ്പനികൾക്കൊക്കെ. പിന്നെ ഫ്രോഡ് ഡിറ്റക്ഷനൊക്കെ, കള്ളത്തരം ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ. ഡീലിങ്കിങ് ടെക്നിക്സ് ഈ ലോൺ കൊടുക്കുന്ന ബാങ്കുകളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇവർ എവിടെയെങ്കിലും റീപേയ്മെൻറ്റ് ഡിഫോൾട്ട് വരുത്തിയിട്ടുള്ളവരാണോ, അല്ലെങ്കിൽ ഇവർ ഇനി വരുത്താൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. ഓക്കെ, ആപ്ലിക്കേഷൻ ഓർസ് ഡെപ്ത് നല്ല കാര്യമാണ് കേട്ടോ. ഇതൊക്കെ റിയൽ ലൈഫ് ആപ്ലിക്കേഷനുള്ള സാധനങ്ങളാണ് ഡേറ്റ മൈനിങ് ഒക്കെ. ഒന്ന് അറിഞ്ഞ് വെച്ചേക്കാം. ഡേറ്റ മൈനിങ്ങിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, ഒന്ന് ഒബ്ജക്റ്റീവ്, നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡേറ്റ മൈനിങ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, ഡേറ്റ കണ്ടെത്തുക, ആ ഡേറ്റയുടെ മേൽ എന്ത് പെർഫോം ചെയ്യുക, ഡേറ്റ മൈനിങ് പെർഫോം ചെയ്യുക, റിസൾട്ടിന് ഇവാലുവേറ്റ് ചെയ്യുക. എളുപ്പമാണ് സ്റ്റെപ്സ്, ഒന്ന് വായിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞാൻ വായിച്ചത്. ഓക്കെ, ഇവിടെ പറയുന്നത് നമ്മളൊരു ഡേറ്റ മൈനിങ് ടൂള് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും നോക്കാം. നമ്മളൊരു ഫോൺ വാങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാകും നോക്കും. അതുപോലെ ഒരു ഡേറ്റ മൈനിങ് ടൂൾ നമ്മൾ എടുക്കാൻ നേരത്ത് ചില കാര്യങ്ങളുണ്ടോ എന്ന് നോക്കണം. എന്തൊക്കെയാണ്? ഒന്ന്, ഡേറ്റയിലേക്കുള്ള അക്സസ് എന്ത് എളുപ്പമാണ്, എല്ലാ ഡേറ്റയിലേക്കുള്ള അക്സസ് കിട്ടും, എന്തുമാത്രം എളുപ്പമാണ് അത്. പിന്നെ ഡേറ്റ സെലക്ട് ചെയ്യാൻ, എക്സ്ട്രാക്ട് ചെയ്യാൻ എന്തുമാത്രം എളുപ്പമുണ്ട്. ഡേറ്റ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡേറ്റ വിഷ്വലൈസ് ചെയ്യാൻ എന്തുമാത്രം എളുപ്പമുണ്ട്, പെർഫോമൻസ് എങ്ങനെയാണ്, ടൈം എടുക്കുമോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തു തരുന്നതാണോ, ആക്യുറേറ്റ് ആണോ, സ്കെയിലബിൾ ഇൻ ദ സെൻസ് നമ്മുടെ ഡേറ്റ എത്ര വലുതായാലും കുഴപ്പമില്ലാത്തതാണോ. അതായത് നമുക്കിപ്പം ബിസിനസ് വലുതാണെങ്കിൽ മാത്രമേ ചിന്തിച്ചാൽ മതി. അപ്പം നമ്മുടെ ബിസിനസ്സിനനുസരിച്ചുള്ള സ്കെയിലുണ്ടോ അതിൻ്റെ വർക്കിങ്ങിന്, ഓപ്പൺ ആണോ അതിൻ്റെ സോഫ്റ്റ്വെയർ. ഓപ്പൺ ഇൻ ദ സെൻസ് നമുക്ക് ഇപ്പോൾ ആപ്പിളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒട്ടും ഓപ്പൺ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ആപ്പിളിൻ്റെ എല്ലാ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ഏത് ആപ്പ് തുറക്കണമെങ്കിലും നിങ്ങളുടെ കയ്യും മൂക്കും കണ്ടൊക്കെ കാണണം. അതുപോലെ ആയിരിക്കത്തില്ല സാംസങ്ങിൻ്റെ. അപ്പോൾ ഈ ഓപ്പൺനെസ് എന്ത് മാത്രം ഉണ്ടെന്നുള്ളത്, ഇപ്പോൾ വേറൊരു സാധനമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും അതിനൊക്കെയുള്ള ഓപ്പൺനെസ് എന്ത് മാത്രമാണ്, അൽഗോരിതം എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം ഈ പറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ളതല്ല, എന്നാലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഡേറ്റ മൈനിങ് ആൻഡ് ഡേറ്റ മൈനിങ്ങിൻ്റെ ടൂൾസ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ നോക്കണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ജൂൺ 2023 വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ വാട്ട് ആർ ഡേറ്റ മോഡൽസ്, ഹൗ വുഡ് യു ക്ലാസിഫൈ ഡേറ്റ മോഡൽസ്, എക്സ്പ്ലെയിൻ ദം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾ. ഡേറ്റ മോഡൽ എന്ന് വെച്ചാൽ എന്താണ് ഡേറ്റ മോഡൽ ക്ലാസിഫിക്കേഷൻ, എക്സാമ്പിൾസ്. നമുക്ക് നമ്മുടെ മെറ്റീരിയലിലേക്ക് പോകാം. ഡേറ്റ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡേറ്റാ ബേസിൻ്റെ അകത്ത്, ഓക്കെ, നമുക്കൊരു ഡേറ്റാ ബേസിൻ്റെ സ്ഥലമുണ്ട് സ്റ്റോർ ചെയ്യാൻ. അവിടെ ഡേറ്റ നമ്മൾ വച്ചേക്കുന്നത് നമ്മുടേതായ ഒരു യൂസിന് വേണ്ടിയിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ കസ്റ്റമൈസ്ഡ് ആയിരിക്കും. ചില ബിസിനസ് വളരെ കൺസീൽഡായിട്ട് നമുക്ക് ഒട്ടും വെളിയിൽ കാണിക്കാതെ നിറയെ ഡേറ്റ വെച്ചിട്ട് വളരെ കുറച്ച് മാത്രമായിരിക്കും വെളിയിൽ കാണിക്കുന്നത്. മറ്റു ചിലർ വളരെ ഓപ്പൺ ആയിട്ടായിരിക്കും അവരുടെ ഡേറ്റ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് മോഡൽ വേണമെങ്കിലും നമുക്കിടാം, എന്ത് മോഡലാണെന്നുള്ള. അപ്പോൾ നമ്മുടെ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നത്, നമ്മുടെ ഡേറ്റ കീപ്പ് ചെയ്യുന്ന സ്ട്രക്ചറിനാണ് ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. എല്ലാ ബിസിനസ്സുകളും അവരുടേതായ നീഡിന് വേണ്ടിയിട്ടാണ് ഡേറ്റ മോഡലുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് എന്തിനാണ് ഡേറ്റ മോഡൽ ആവശ്യമെന്ന് പറയുന്നുണ്ട്. എറർ കുറയ്ക്കാൻ, നമുക്ക് നമ്മുടേതായ ആവശ്യത്തിന് എറർ കുറയ്ക്കാൻ പറ്റും, പെർഫോമൻസ് കൂട്ടാൻ പറ്റുന്നു, മാപ്പിംഗ് എളുപ്പമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് സാധനങ്ങൾ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടേതായ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റ മോഡലിംഗ് ചെയ്യുന്നത്. ഡേറ്റ മോഡലിംഗ് ബേസിക്കലി 3 ടൈപ്പ് ഉണ്ട്. കോൺസെപ്റ്റൽ മോഡൽ, ലോജിക്കൽ മോഡൽ, പിന്നെ ഫിസിക്കൽ ഡേറ്റ മോഡൽ. നോക്കാം ഈ മോഡലുകൾ എന്താണെന്ന്. കോൺസെപ്റ്റൽ ഡേറ്റ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ വയ്ക്കുന്നതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കോൺസെപ്റ്റ് എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഈ ഡേറ്റ ഇരിക്കേണ്ടത് എന്ന് ഒരു കോൺസെപ്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നതാണ് കോൺസെപ്റ്റൽ മോഡൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ടൈം, സെയിൽസ്, പ്രൊഡക്റ്റ്, സ്റ്റോർ, ഈ കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം നമ്മളൊന്ന് കോൺസെപ്റ്റിലൂടെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ടൈം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ ടൈം റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ അകത്ത് എന്താണ് മെയിൻ കണ്ടൻറ്റ്, സെയിൽസ് ആയിരിക്കും. നമ്മൾ ഏതൊക്കെ പ്രൊഡക്റ്റ് സെയിലായെന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എന്തുമാത്രം സെയിൽസ് നടന്നു റെക്കോർഡ് ചെയ്യുന്നുണ്ട്, സ്റ്റോറിലെ അവസ്ഥയെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ ടൈമും പ്രൊഡക്റ്റും തമ്മിൽ കണക്ട് ചെയ്യുന്നില്ല. ഏത് പ്രൊഡക്റ്റ് ഏത് ടൈമിലോ അവൈലബിൾ ആണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വെറീഡല്ല. നമ്മൾ എന്തിൻ്റെ ടൈം മാത്രമേ നോക്കുന്നുള്ളൂ, സെയിൽസിൻ്റെ ടൈം മാത്രമേ നോക്കുന്നുള്ളൂ. ഉദാഹരണമാണ് കേട്ടോ വിശദീകരിക്കുന്നത്. ഈ ഒരു മോഡൽ വരച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറഞ്ഞു തരുന്നത്. ഇതുപോലെ വരച്ച് വെക്കുന്നതിനാണ് കോൺസെപ്റ്റൽ ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഡക്റ്റും സ്റ്റോറും തമ്മിൽ ബന്ധമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട്. എന്താണ്, സ്റ്റോറിൽ ഏത് പ്രൊഡക്റ്റ് ഉണ്ടെന്ന്, പ്രൊഡക്റ്റ് സ്റ്റോറിൻ്റെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ കാരണം സെയിൽസും പ്രൊഡക്റ്റും തമ്മിൽ റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. അപ്പോൾ
എന്തൊക്കെ വേരിയബിളുകൾ നമ്മൾ കണക്കിലെടുക്കുന്നുണ്ട് അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കുന്ന ഇനിഷ്യൽ സ്റ്റേജാണ് കോൺസെപ്ച്വൽ ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. ഇതേ സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോജിക്കൽ ഡേറ്റ മോഡലാക്കാൻ പറ്റും. അവിടെ കുറേ കൂടെ വ്യക്തതയോടുകൂടി എന്ത് പറയും, ലോജിക്കൽ റിലേഷൻഷിപ്പ് പറയും. നമ്മളവിടെ വെറും കോൺസെപ്റ്റാണ് പറഞ്ഞെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലോജിക്കൽ റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. ടൈം എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്, എന്തൊക്കെ വരാം, നമ്മുടെ ഡേറ്റ് വരാം, ഇയർ, വീക്ക്, മന്ത്, ഡിസ്ക്രിപ്ഷൻ എല്ലാം വരാം. സെയിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെയിൽസിൻ്റെ പ്രൊഡക്റ്റ് ഐ ഡി, സ്റ്റോർ ഐ ഡി, സെയിലായ സാധനത്തിൻ്റെ ഡേറ്റ്. ഓക്കെ, അപ്പം സെയിൽസിൻ്റെ അകത്ത് എന്ത് വരുന്നുണ്ട്, ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വരുന്നുണ്ട്. പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് പ്രൊഡക്റ്റിനെ നമ്മൾ തിരിച്ചറിയാൻ പോകുന്ന പ്രൊഡക്റ്റ് ഐ ഡി വെച്ചിട്ടായിരിക്കും. ആ പ്രൊഡക്റ്റ് ഐ ഡി എന്തിലേക്കൊക്കെ ഉള്ള കീ ആയിരിക്കാം, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, കാറ്റഗറി എന്താണ്, ഇങ്ങനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു കോൺസെപ്റ്റ് ഇനിഷ്യൽ സ്റ്റേജ് ആണെങ്കിൽ ലോജിക്കൽ നെക്സ്റ്റ് സ്റ്റേജ് ആണ്. കുറച്ചും കൂടെ ഡെപ്തിൽ ആ ഒരു റിലേഷൻഷിപ്പ് വിശദീകരിക്കുന്നതാണ്. ഇനി ഫിസിക്കൽ എത്തുമ്പോൾ ആക്ച്വൽ ഡേറ്റയാണ്. ഓക്കെ, നമ്മുടെ ഡേറ്റ എങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ആക്ച്വൽ റെപ്രസെൻറ്റേഷനാണ് ഫിസിക്കൽ എന്തെന്ന് പറയുന്നത്, പിന്നെ ഡേറ്റാബേസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ മോഡലുകൾ 3 ടൈപ്പ് ഉണ്ട്. കോൺസെപ്റ്റ്സിലുണ്ട്, ലോജിക്കലുണ്ട്, ഫിസിക്കലുണ്ട്. ഫിസിക്കലാണ് ഫൈനൽ. അതിന് തൊട്ട് മുമ്പുള്ള ലോജിക്കൽ റിലേഷൻ പറയുന്നതാണ് ലോജിക്കൽ ഡേറ്റ മോഡൽ. കോൺസെപ്റ്റ്സിൽ അതിന് ആദ്യത്തെ ആ ഒരു ബന്ധം, ആ ഒരു ഫ്ലോ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഡേറ്റ വെയർ ഹൗസിൻ്റെ അകത്തുള്ള കോൺസെപ്ച്വൽ ഹൈറാക്കി എന്താണെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. പേരൊന്ന് ഓർക്കുക, കോൺസെപ്ച്വൽ ഹൈറാക്കി എന്നാണ്. അപ്പോൾ കോൺസെപ്റ്റുകളുടെ ഹൈറാക്കി നമ്മൾ ഡേറ്റ വെയർ ഹൗസിൻ്റെ അകത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അതിനെന്തുണ്ടാകും, ഒരു ഓർഡർ ഉണ്ടാകും. അതിനാണ് ഈ കോൺസെപ്ച്വൽ ഹൈറാക്കി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് ഏത് സെക്ഷനിൽ പെടുന്നു, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പെടുന്നു, ഏത് ബിസിനസ് യൂണിറ്റിൽ പെടുന്നു, അവരുടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഏത് സെക്ഷനിൽ പെടുന്ന പ്രൊഡക്റ്റ് ആണെന്നുള്ളതായിരിക്കും ഏറ്റവും ഈസിലി അവൈലബിൾ. അതിൻ്റെ തൊട്ട് താഴെ ആയിരിക്കും അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണെന്നുള്ളത്, അതിൻ്റെ താഴെ ആയിരിക്കും ഏറ്റവും ഏത് ബിസിനസ് യൂണിറ്റിൻ്റെ എന്നുള്ളത്. ഇതുപോലെ ഉള്ള ഒരു എന്താ പറയുക റെപ്രസെൻറ്റേഷനാണ് കോൺസെപ്ച്വൽ ഹൈറാക്കി എന്നത്. ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് 4ൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചാൽ ഏതാണ്ട് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ കവർ ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ ഈ ഒരു ഇത് തീർക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ മാനേജേഴ്സ് തീർക്കുകയാണ്. മാക്സിമം കവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും വിട്ടുപോയ കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ അത് മാത്രം വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, പേടിക്കേണ്ട. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം, അതും കൂടെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താം. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ബട്ട് സ്റ്റിൽ കുറേയൊക്കെ കയ്യിൽ നിന്ന് എഴുതാനുള്ളതുണ്ട്. അപ്പോൾ എന്തെങ്കിലും മനസ്സിലായിട്ടില്ല, അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഏതെങ്കിലും ഒരു സാധനം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ വിധം സാധാരണക്കാരന് മനസ്സിലാവും. എൻ്റെ ഒരു എയിം അതാണ്, നമുക്ക് ആർക്കും പഠിക്കാൻ പറ്റണം. അവസാന നിമിഷം പഠിക്കുന്ന ആർക്കും പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഓക്കെ, താങ്ക് യു.